മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കുണ്ട്. നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. 3 പേരുടെ നില അതീവ ഗുരുതരമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. പ്രജിത്ത് നൽകും വിവരങ്ങൾ. പ്രജിത്ത്, ബസ് തലകീഴായി മറിയുക എന്ന് പറയുമ്പോൾ വലിയ അപകടമായിരിക്കും. അപ്പോൾ ബസ് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? അതെ ഭവ്യ, ബസ് അമിത വേഗതയിലായിരുന്നു വന്നതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. പൊതുവെ ഈ റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് കുറച്ച് വേഗത കൂടുതലാണെന്ന പരാതിയും നേരത്തെ ഉയർന്നിരുന്നു. ഈ കുറ്റിപ്പുറത്ത് ഈ ഡിവൈഡറിൽ ഇടിച്ചാണ് ഈ ബസ് തലകീഴായി മറിഞ്ഞത്. ഇതൊരു കാറിന് മുകളിലേക്കാണ് മറിഞ്ഞതെന്ന് അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഒരാൾ മരിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. അപകടത്തിൽ ഇവരെ അടക്കം ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ബസ് വെട്ടിപ്പൊളിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. വെട്ടിപ്പൊളിച്ചാണ് പലരെയും അവിടെ നിന്നും രക്ഷപ്പെടുത്തിയതെന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം. ബസ് രണ്ടായി ആണ് ഇപ്പോൾ അവിടെ പിളർന്നിട്ടുള്ളത്. അതായത് ബസിന്റെ നടുഭാഗം രണ്ടായി പൊളിയുന്ന ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടായി. അത് വളരെ വലിയൊരു അപകടമാണ്. ഈ മഴ കൂടി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അവിടെ റോഡിൽ നിന്നും വഴുതി അവിടെ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം എന്നുള്ളത് അടക്കമുള്ളവ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. ഇനി ആരെങ്കിലും ഈ ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്നതുണ്ടോ എന്നതടക്കം അവിടുത്തെ രക്ഷാപ്രവർത്തകർ ഫയർഫോഴ്സും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവിടെ ബസ്സിനുള്ളിൽ ഇപ്പോൾ വെട്ടിപ്പൊളിച്ച് അത് ആളുകളെ രക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പരിക്കേറ്റവരുടെ നിലയിലും പ്രജിത്ത്, ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ രക്ഷപ്പെടുത്തിയ എല്ലാവരെയും കൃത്യമായി വളരെ വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് അറിയാൻ സാധിക്കുന്നത്? ഭവ്യ, ഈ രക്ഷപ്പെടുത്തിയവരെ എല്ലാവരെയും തന്നെ തൊട്ടടുത്തുള്ള കോട്ടക്കൽ അതുപോലെ തന്നെ വളാഞ്ചേരി എന്നിവിടങ്ങളിൽ 2 സ്ഥലങ്ങളിലെ ആശുപത്രിയിലാക്കി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ പ്രാഥമികമായ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വിദഗ്ധ ചികിത്സയടക്കം ലഭ്യമാക്കാൻ കോട്ടക്കലാണ് ഏറ്റവും മികച്ച ആശുപത്രികളെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അതീവ നില ഗുരുതരമുള്ള രോഗികളെ ഇപ്പോൾ കോട്ടക്കലിലേക്ക് മാറ്റിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഭവ്യ.